കണ്ണൂരിലെ BLOയുടെ ആത്മഹത്യയെ രാഷ്ട്രീയ കാരണങ്ങളാലെന്ന് ആരോപണം. ഏറ്റുകുടുക്ക സ്വദേശി അനീഷ് ജോർജിനെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. CPMകാരായ ബൂത്ത് ഏജന്റ് ഇല്ലാതെ SIR നടപടികൾക്ക് പോയതിന് അനീഷ് ജോർജിന് ഭീഷണി ഉണ്ടായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. അനീഷ് ജോർജിന്റെ സുഹൃത്താണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. തുടക്കം മുതൽ അവൻ്റെ കൈ കിട്ടി. അപ്പോൾ അവനങ്ങനെ ഒതുങ്ങി ജീവിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അങ്ങനെ വലിയ ഇറങ്ങി പ്രവർത്തിക്കുന്നു അങ്ങനത്തെ ഒന്നുമല്ല. ഒരു പാവ ശാന്ത സ്വഭാവക്കാരനായിരുന്നു. പക്ഷെ അങ്ങനെ നാട്ടുകാരായിട്ടും അങ്ങനെ നല്ല രീതിയിൽ പോകുന്ന ആളാണ്. അപ്പം അങ്ങനെ ഒരു ഇറങ്ങി നാട്ടിലേക്ക് പോകുന്ന ആളല്ല. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് BLAമാരെ, രണ്ട് പാർട്ടിയുടെ കോൺഗ്രസിൻ്റെയും CPMൻ്റെയും BLAമാരെ അറിയിച്ച് ഇറങ്ങാൻ വേണ്ടിയുള്ള ഇതിലേക്ക് ചെയ്തു കഴിഞ്ഞപ്പം CPMൻ്റെ BLA വന്നില്ല. അപ്പം മറ്റേ കോൺഗ്രസിൻ്റെ BLAയും കൂട്ടിയിട്ട് വീട് കവർ ചെയ്യാൻ വേണ്ടി പോയപ്പം അവിടുന്ന് ഇവനെ വിളിച്ച് ഇതാക്കി, ഇങ്ങനെ ഒരാളെയും കൂട്ടിയിട്ട് പോരുതെന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പം അങ്ങനെ ഇത് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റേ BLA വേണ്ട, ഒറ്റയ്ക്ക് പോകാനുള്ള ഒരു തീരുമാനം എടുത്തിട്ട് അവൻ മുന്നോട്ട് പോകണം. അപ്പം അന്ന് തന്നെ കോൺഗ്രസിൻ്റെ BLA ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല, ഇത് പോകുന്നുണ്ട്, രണ്ടാളും കൂടി പോകണം എന്നുള്ള രീതിയിൽ തഹസിൽദാർക്കും വില്ലേജ് ഓഫീസർക്കൊക്കെ പരാതി നൽകുകയുണ്ടായി. പിന്നെ അവൻ തന്നെ തീരുമാനിച്ചു വന്നാൽ ഒറ്റയ്ക്ക് പോയേക്കാന്ന്. ഇപ്പോൾ അവസാന നിമിഷം വന്നപ്പം അവനത് തീരാത്തതിൻ്റെ ഒരു സമ്മർദ്ദം. ഇന്നലെ വൈകുന്നേരം ഞാൻ കണ്ടപ്പോഴും ഇത് തീർന്നിട്ടില്ല, നാളെ കൊണ്ട് അത് കൊടുത്ത് തീർക്കണം എന്നുള്ള രീതിയിൽ അവൻ സംസാരിക്കുകയുണ്ടായി. BLOമാർക്കെതിരെ CPM ശക്തി കേന്ദ്രങ്ങളിൽ കനത്ത സമ്മർദ്ദവും ഭീഷണിയുമാണ് ഉണ്ടാകുന്നതെന്ന് BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ പറഞ്ഞു. അനീഷിന്റെ മരണവും ഇതിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിൽ ഒരു BLO ഇന്ന് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അദ്ദേഹം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ BLAമാരായിട്ടുള്ളവരെയും കൂട്ടിയിട്ടാണ് വീടുകളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടേതല്ലാതെ മറ്റുള്ള പാർട്ടിക്കാരുടെ BLAമാരെ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് BLO ആയിട്ടുള്ള അനീഷ് ജോർജ്, ബൂത്ത് നമ്പർ 1, അദ്ദേഹത്തിന് നേരെ ഭീഷണി, സമ്മർദ്ദങ്ങളൊക്കെ പല ദിവസങ്ങളായി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്ത നിലയിലാണ് കാണപ്പെട്ടിട്ടുള്ളത്. മറ്റൊരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബൈ ഇലക്ഷനിലൊക്കെ മത്സരിച്ച BJPയുടെ സ്ഥാനാർത്ഥി ശ്രീമതി ജയന്തി ടീച്ചർ, അവർക്ക് ആകെയുള്ള ഒരു വോട്ട് മാത്രമേ അവർക്കുള്ളൂ കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിൽ. ആ ഒരു വോട്ട് പോലും CPMകാർ തള്ളിച്ചിരിക്കുന്നു. ടീച്ചർ അപ്പീൽ കൊടുത്തു, പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൊടുത്തു. പക്ഷേ പഞ്ചായത്ത് സെക്രട്ടറി അവരുടെ പരാതി പോലും കേൾക്കാൻ തയ്യാറായില്ല. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, കണ്ണൂരിലെ BLOയുടെ ആത്മഹത്യ രാഷ്ട്രീയ കാരണങ്ങളാൽ എന്ന് ഉള്ള ആരോപണം ഉയരുകയാണല്ലോ. എന്തായാലും ഇതിന്മേലൊരു അന്വേഷണം ഉണ്ടാകുകയാണെങ്കിൽ അതേത് രീതിയിലായിരിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്? രോഹിണി, ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഏറ്റുകുടുക്കയിലെ അനീഷ് ജോർജ് എന്ന BLOയാണ് ആത്മഹത്യ ചെയ്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു SIR കൊണ്ടുള്ള സമ്മർദ്ദം കൊണ്ടുള്ള മരണമാണെന്നൊരു ആരോപണവുമായി CPM പ്രവർത്തകർ രംഗത്ത് വരുന്ന സാഹചര്യമായിരുന്നു. എന്നാൽ തൊട്ട് പിന്നാലെയാണ് ഈ CPMകാരായ BLA കൂട്ടാതെ SIR നടപടികൾക്ക് പോയതിന്റെ പേരിൽ ചില ഭീഷണികൾ അല്ലെങ്കിൽ ചില സമ്മർദ്ദം ഈ അനീഷ് ജോർജിന് ഉണ്ടായതായി BJPയും അതുപോലെ തന്നെ കോൺഗ്രസും ഈ അനീഷിന്റെ സുഹൃത്തുക്കളും അടക്കം ആരോപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിന്റെ സമ്മർദ്ദം കൊണ്ടാണോ ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നൊരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. BJPയും കോൺഗ്രസും ഈ ആരോപണം ശക്തമായി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഈ CPMകാരായ BLAയെ കൂട്ടാതെ പോയതിന്റെ പേരിൽ ചില ഭീഷണികൾ ഉണ്ടായിരുന്നെന്ന് BJPയും കോൺഗ്രസും ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് സംഭവവുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, സംഭവത്തിന്റെ ഒരു ദുരൂഹത നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൃത്യമായ അന്വേഷണം നടത്താൻ ജില്ലാ കളക്ടർ പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്ന് കൃത്യമായി പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനാണ് പോലീസ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് പോലീസിന്റെ തീരുമാനവും. രോഹിണി, ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.